1264 മീറ്റർ ഉയരത്തിൽ ഒരു 7 വയസ്സുകാരി. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ പ്രായം കുറഞ്ഞ മലയാളി ഇനി പട്ടാമ്പിക്കാരി അനയയാണ്. ദുബായിൽ നിന്നും കാഠ്മണ്ഡു വരെ വിമാനത്തിലായിരുന്നു യാത്ര. കാഠ്മണ്ഡുവിൽ നിന്ന് ലുക്ല എയർപോർട്ട് വരെ 16 സീറ്റുള്ള വിമാനത്തിൽ. പിന്നീട് 8 ദിവസത്തെ കാൽനടയാത്ര. കൂടെയുണ്ടായിരുന്ന പല സംഘങ്ങളും പല ഘട്ടങ്ങളിലായി യാത്ര നിർത്തി തിരിച്ചിറങ്ങി. എന്നാൽ ആ 7 വയസ്സുകാരി തന്റെ സ്വപ്നം കീഴടക്കി. Okay, Ami, can you tell me how was your experience with your first suspension bridge? Super bad. Really? ശ്വാസതടസ്സം, തലവേദന, വയറുവേദന തുടങ്ങി മുന്നോട്ടു പോകാൻ പ്രയാസമുണ്ടാക്കുന്ന പലതും നേരിടേണ്ടി വന്നു. കനത്ത മഞ്ഞുവീഴ്ച പലപ്പോഴായി യാത്രയെ തടസ്സപ്പെടുത്തി. മകളുടെ ആഗ്രഹത്തിനൊപ്പം നിന്ന അച്ഛൻ പ്രതിസന്ധികളെ തരണം ചെയ്ത് അനയെ എവറസ്റ്റിലെത്തിച്ചു. ദുബായ് അവറോൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പട്ടാമ്പി സ്വദേശിയായ രഞ്ജിത്തിന്റെയും രാഖി പ്രസാദിന്റെയും മകളായ അനയ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ഗോകുൽ വിഎസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ? യാത്രക്കിടെ തന്നെ തലവേദന, ഛർദി, ശ്വാസമുട്ടലൊക്കെ അനുഭവപ്പെടും. അപ്പോഴൊന്നും തോറ്റ് പിന്മാറാൻ അനേയ തയ്യാറായില്ല. അതിന് ഫുൾ സപ്പോർട്ടായിട്ട് അച്ഛനും കൂടെ നിന്നു എന്നതാണല്ലേ? സന്ധ്യ, ആദ്യം തന്നെ ഒരു കാര്യം പറയാം. എൻഐഎക്ക് എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ മുകളിലേക്ക് കയറാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ബേസ് ക്യാമ്പിൽ നിന്ന് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് യാത്ര തുടരാൻ കഴിയാതെ വന്നതും ബേസ് ക്യാമ്പിൽ നിന്ന് തിരികെ അനയ്യ പോകുന്നതും. 7 വയസ്സ് മാത്രം പ്രായമുള്ളൂ, 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അത്രമാത്രം എവറസ്റ്റിനോട് അടങ്ങാത്ത ഒരു സ്നേഹമുണ്ട്. അവള് ഭാവിയിൽ എന്തെങ്കിലും 18 വയസ്സിനൊക്കെ ശേഷം എവറസ്റ്റ് കീഴടക്കും എന്നുള്ളത് ഉറപ്പാണ്. അച്ഛൻ രഞ്ജിത്ത് ഇങ്ങനെ വലിയ രീതിയിൽ പർവ്വതാരോഹണം നടത്തുന്ന ഒരാളാണ്, വലിയ യാത്രകൾ നടത്തുന്ന ആളാണ്, ട്രക്കിങ്ങിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ചെറുപ്പം മുതലേ, അതായത് 7 വയസ്സായിട്ടുള്ളൂ, അതിലും ചെറുതായിരുന്ന ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛനോടൊപ്പം ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യണമെന്ന് ആവശ്യപ്പെടാറുണ്ട് അനയ്യ. ഇങ്ങനെ സ്ഥിരമായി ആവശ്യപ്പെടും. അങ്ങനെയാണ് അച്ഛൻ ഈ എവറസ്റ്റിലേക്ക് പോകുമ്പോൾ, എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോയപ്പോൾ അനയ്യയും കൂടെ കൂട്ടിയത്. സാധാരണ ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടേക്ക് എത്തിയത്. ഇടയിൽ ക്ഷീണം വരും, അതോടൊപ്പം തന്നെ ശ്വാസം കിട്ടാതെ വരും, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പർവ്വതാരോഹകർ വരെ പറയാറ് എവറസ്റ്റ് കീഴടക്കുമ്പോൾ അതിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായ കാര്യമാണ്. പലരും അവിടെ എത്തിയതിന് ശേഷം ബേസ് ക്യാമ്പ് എവറസ്റ്റ് കീഴടക്കി എന്ന് പറഞ്ഞ് തിരികെ പോകാറാണ് പതിവ്. അല്ലെങ്കിൽ അത് അത്രമാത്രം ശ്രമകരമായ ഒരു കാര്യമാണെന്നാണ് പല പർവ്വതാരോഹകരും പറയാറ്. അവൾ ഭാവിയിൽ എവറസ്റ്റ് തന്നെ കീഴടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം അത്രമാത്രം നിശ്ചയദാർഢ്യം, ഈ ഒരു പാഷൻ ആ കുട്ടിക്ക് തുടർന്നു പോവുകയാണെങ്കിൽ അവൾക്കത് കഴിയും. ഏതായാലും അവളുടെ അച്ഛനെ നമ്മൾ സമ്മതിക്കണം. കാരണം അച്ഛനെയും മാതാപിതാക്കളെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. കാരണം ഇത്ര വലിയൊരു സാഹസിക യാത്രയ്ക്ക് ഈ ചെറിയ പ്രായത്തിൽ ഈ 1ാം ക്ലാസ്സുകാരിക്ക് അനുവാദം കൊടുത്തു തങ്ങളുടെ ഒപ്പം കൂട്ടിയെന്ന് അച്ഛൻ കൂട്ടിയപ്പോൾ ആ അച്ഛനെ നമ്മൾ സമ്മതിക്കാതെ തരമില്ല. കാരണം ഒരു എളുപ്പമല്ല ഒരു കുട്ടിയെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു യാത്രയ്ക്കൊക്കെ പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ അവിടെയും ആ കുഞ്ഞിനെ അച്ഛനൊപ്പം കൂട്ടി, അച്ഛൻ്റെ ആ ഒരു വലിയ മനസ്സിന് അച്ഛൻ ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് ആ കുട്ടിയുടെ ആഗ്രഹം നിറവേറ്റിയെന്ന് നമ്മൾ കാണാതെ പോകരുത്. ഏതായാലും അവൾക്ക് ഇനി ഭാവിയിൽ ഒരുപാട് ഉയരങ്ങളെത്താൻ കഴിയട്ടെ. ഇതിലും വലിയ ഒരു എവറസ്റ്റ് തന്നെ അവൾക്ക് ഭാവിയിൽ തീർച്ചയായും ഗൂഗിൾ. എന്തായാലും ഈ കൊച്ചുമിടുക്കി 18 വയസ്സ് കഴിയുമ്പോൾ എവറസ്റ്റ് കീഴടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. അതിന് അവൾക്ക് സാധിക്കട്ടെ. ഇപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന രക്ഷിതാക്കൾ അപ്പോഴും ഒപ്പം തന്നെ ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്.